എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മലയാളമാണ്. മലയാളം എല്ലാവർക്കും ബുദ്ധിമുട്ടുള്ള ഒരു സബ്ജക്റ്റാണ് മലയാളം. മലയാളത്തിലെ ഫസ്റ്റ് യൂണിറ്റാണ് നമ്മുടെ സ്വന്തം കനകച്ചിലങ്ക. 7ാമത്തെ പേജിലാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത്. അടുത്തത് നോക്കൂ, 33ാമത്തെ പേജിലാണ്. പലഹാരപ്പൊത്തി 33ആണ്. 53ആണ് അവസാനത്തെ പേജ്. മനുഷ്യരുടെ കൈകൾ എന്നാണ് ലാസ്റ്റ് യൂണിറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൽ കുറേ അർത്ഥങ്ങളും വാക്കുകളും നമുക്ക് പഠിക്കാനുണ്ട്. ഇതൊക്കെ നമുക്ക് പഠിക്കണം. എക്സാമിനൊക്കെ ഫുൾ മാർക്ക് നമുക്ക് മേടിക്കണം. നമുക്ക് ആദ്യത്തെ പേജ് നോക്കാം. ഇതിലൊക്കെ കുറേ ഇൻട്രസ്റ്റിങ്സ് ഉണ്ട്. നമുക്കതൊക്കെ വായിച്ചപ്പോൾ നടക്കാം. ഓക്കെ, ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നേരത്തെ വായിച്ചതാണ് കനകച്ചിലങ്ക, 1ാമത്തെ യൂണിറ്റ്. ഇതിലൊരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ഇതിനകത്തൊക്കെ എന്താണ് കാണുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. കുറേ കുട്ടികളൊക്കെ കൊടയും, ഇത് ഉത്സവപ്പറമ്പിലൊക്കെ നമ്മൾ ഇങ്ങനത്തെ കുടയൊക്കെ കാണാറുണ്ടല്ലേ. ചെണ്ട ഒക്കെ കൊട്ടുണ്ട്. നോക്കൂ, നിങ്ങളൊക്കെ നോക്കിക്കോളൂ. പിന്നെ നമ്മൾ മേളിൽ നോക്കൂ, കുറെ അക്ഷരങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് വരുന്നത്. ഫസ്റ്റ് യൂണിറ്റ് ഏതാണ്? കനകച്ചിലങ്ക. നമുക്ക് കനകച്ചിലങ്ക ഒന്ന് വായിച്ചു നോക്കാം. പിക്ചർ കണ്ട് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആവണം. നല്ലൊരു രസമുള്ള ആണ്. നമുക്കിത് നേരത്തെ വായിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് വായിച്ച് മുന്നോട്ടേക്ക് പോകാം. ഫസ്റ്റ് യൂണിറ്റ് കനകച്ചിലങ്ക. നമുക്കിതൊന്ന് വായിച്ചു നോക്കിയാലോ. ഓക്കെ, നമുക്ക് വായിക്കാം. ടീച്ചറിൻ്റെ കൂടെ എല്ലാവരും വായിക്കണേ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ എന്നാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്കിതിൻ്റെ അർത്ഥം എന്താണെന്ന് നോക്കാം. എനിക്ക് ടീച്ചർ കുറച്ചൊക്കെ വായിച്ചു നോക്കിയപ്പോൾ ടീച്ചറിന് മനസ്സിലായത് അമ്മ ചൊല്ലിത്തന്ന ഭാഷ, അതായത് നമ്മൾ ചെറുപ്പകാലത്ത് അമ്മ ചൊല്ലിത്തന്നതാണ്. അമ്മ പറഞ്ഞു തന്ന ഭാഷ. നമ്മുടെ ഭാഷ ഏതാണ്? മലയാളം. അപ്പം അമ്മയാണ് ചെറുപ്പത്തിൽ മലയാളം നമ്മുടെ ഭാഷ ചൊല്ലിത്തന്നത്. അപ്പം നമ്മൾക്ക് എല്ലാവർക്കും അമ്മയാണ് ഭാഷ. അതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാവരും സ്പീഡ് വായിക്കാൻ പഠിക്കണം. അമ്മ ചൊല്ലിത്തന്ന ഭാഷ, ഞങ്ങൾക്കമ്മയെ പോലെ ഈ ഭാഷ. എഴുതിയത് P.T. ഭാസ്കരപ്പണിക്കർ. ആരാണ് എഴുതിയിരിക്കുന്നത്? P.T. ഭാസ്കരപ്പണിക്കറാണ് എഴുതിയിരിക്കുന്നത്. നോക്കൂ, ഈ പിക്ചർ നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല രസമുണ്ട് ഇത് കാണാൻ. നമുക്ക് നെക്സ്റ്റ് പേജ് എടുക്കാം. ഓക്കെ, ഇതാണ് കാക്കിരി പൂക്കിരി. നമുക്ക് വായിക്കാവേ. കാക്കിരി പൂക്കിരി എന്നാണ് ഹെഡിങ് വന്നിരിക്കുന്നത്. ഈ പേജിൽ നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അമ്മ നമുക്ക് മനസ്സിലാക്കി തരാം കേട്ടോ. ടീച്ചറെ നമുക്ക് മനസ്സിലാക്കി തരാം. നമുക്ക് വായിക്കാം. കാക്കിരി പൂക്കിരി. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ ഇത്താക്കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പു കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻ തുള്ളികളി നാവിനും സമ്മാനം. നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നല്ലതുപോലെ ഇത് കൊടുത്തിട്ടുണ്ട്. ഓരോ സെന്റൻസിലും കാക്കിരി പൂക്കിരി ചേർത്തിട്ടുണ്ടാക്കിയതാണിത്. നല്ല രസമുണ്ട് ഇത് വായിക്കാൻ. ഇത് നമുക്ക് കാണാണ്ട് വായിക്കാനൊക്കെ പഠിക്കണം കേട്ടോ. കാണാണ്ട് വായിക്കാനൊക്കെ പഠിക്കണം.
ഇത് എഴുതിയതാരാ നോക്കാം. രാമകൃഷ്ണൻ കുമാരനല്ലൂർ എന്നാണ് എഴുതിയേക്കുന്നത്. ഇതെന്താണ്? എന്താ? തൂവൽ. അതാണ് തൂവൽ. താഴെ നോക്കൂ, ഇതാണല്ലേ. ഇത് നോട്ട്ബുക്കിലേക്ക് നമ്മുടെ മിസ്സൊക്കെ തരൂ കേട്ടോ. നിങ്ങളുടെ എക്സാമിനുണ്ടല്ലോ, അതായത് ഓണം എക്സാം അല്ലേ, സെപ്റ്റംബറിന് ഓണം അല്ലേ, അപ്പോൾ ഓണം എക്സാമിന് ഓരോ കവിത തരും. അതായത് അതായത് തിന്താരോ തക എഴുതിയത് ആരാണ്? തിന്താരോ തക നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നുള്ളൊരു, നമുക്ക് അതൊന്നും വേണ്ട അല്ലേ. ഇപ്പം പറയാം, കാക്കിരി പൂക്കിരി എഴുതിയത് ആര്? അപ്പം നിങ്ങൾ എന്ത് എഴുതി വെക്കും? ആലേ, രാമകൃഷ്ണൻ കുമാരനല്ലൂർ. അതിൻ്റെ കൂടെ നമുക്ക് വേണമെങ്കിൽ ഈ തൂവലിനും കൂടെ വേണമെങ്കിൽ എഴുതാം കേട്ടോ, വേണമെങ്കിലേ. അപ്പം നമുക്ക് ഈ 2 പേജൊക്കെ ഇന്നത്തേക്ക് പഠിക്കാം. നാളത്തേക്ക് നമുക്ക് വേറെ കുറച്ച് പേജൊക്കെ പഠിക്കാനുണ്ട്. ഇത് നിങ്ങൾ പറയുന്ന പോലെയല്ല, കുറച്ച് അധികം നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു യൂണിറ്റിൽ തന്നെ കുറേ ചാപ്റ്റേഴ്സ് ആണുള്ളത്. അത് മുഴുവനും നിങ്ങൾക്ക് എക്സാമിന് വരണം എന്നില്ല. ഇതൊക്കെ നിങ്ങൾ എങ്ങനെ പഠിക്കും? അപ്പം നിങ്ങൾ അന്നാണ് വരുന്നത് അന്നാമെന്ന് തന്നെ പഠിക്കണം. അതാണ് എളുപ്പ വഴി. നമുക്ക് അടുത്ത പേജ് നോക്കണോ? എന്നാൽ അടുത്ത പേജും കൂടെ നോക്കിയേക്കാം അല്ലേ. അടുത്ത പേജും കൂടെ നോക്കിയിട്ട് നിർത്താട്ടാ. വാമൊഴി ചന്തം എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് മരം കാണുന്നില്ലേ? നമുക്ക് ആന പിക്ചർ നോക്ക്. ഓക്കേ. അപ്പം നമുക്ക് വായിക്കാം. വാമൊഴി ചന്തം. എന്തൊരു കിലുക്കമുള്ള ഭാഷയാണ് നമ്മുടെ മലയാളം. കിലുക്കം നിറഞ്ഞ